യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശമെന്ന് പറയുന്നത് കേവലം നമ്മുടെ രാഷ്ട്രീയപരമായ ഇടപെടലുകൾക്കും അപ്പുറത്ത് പുതിയ തലമുറയെ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന പുതിയ തലമുറയുടെ ടേസ്റ്റ് മനസ്സിലാക്കിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങണമെന്നാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ രണ്ടാമതായിട്ടാണ് ഒരു പഞ്ചായത്ത് ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മാത്രം സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ടൂർണമെൻറ്റ്, ഒരു പ്രീമിയർ ലീഗ് 110ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 8 ടീമുകളായി ഇവിടെ ഈ മത്സരം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ളൊരു മത്സരം സംഘടിപ്പിക്കുമ്പോൾ കേവലം പുതിയൊരു കാലത്തിൻ്റെ പുതിയ തലമുറ എന്ന് പറയുന്നത് അവർ ഹൈടെക് ടെക്നോളജിയുടെ ഏറ്റവും നൂതനമായ പുതിയ ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ കേവലം ഒരു വിരൽ തുമ്പിനും അപ്പുറത്ത് ലോകം തന്നെ അവരെ കൈവെള്ളിൽ ഒതുങ്ങിച്ചേരുന്ന ഒരു ലോകത്ത് അവർ ജീവിക്കുമ്പോൾ വലിയൊരു അപ്ഡേറ്റഡായ ഒരു സമൂഹമാണ് നമുക്ക് മുമ്പിലുള്ളത്. അപ്പോൾ ആ സമൂഹത്തിന് അവർ എന്താണോ ടേസ്റ്റ് ചെയ്യുന്നത് ആ സാധനം, ഇപ്പോൾ നമ്മുടെ ഈ മേഖലയെ സംബന്ധിച്ച് നമ്മുടെ മേഖലയിലുള്ള ആളുകൾ, പുതിയ തലമുറ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവർ കളിക്കളത്തിലെ പ്രകടനങ്ങളാണ്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ക്രിക്കറ്റിൻ്റെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ നമ്മുടെ മലയോര മേഖലയിലുള്ളത്. അപ്പോൾ ആ പുതിയ തലമുറയുടെ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ട് അവരെ നമ്മുടെ യൂത്ത് കോൺഗ്രസ് 110ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കളിക്കളത്തിൽ വെച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർ തമ്മിലുള്ള ഒരു മനോഹരമായൊരു സൗഹൃദത്തിൻ്റെ ഒരു ഉദാത്തമായൊരു മാതൃകയാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ് തിലമ്പാടി മണ്ഡലം ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്. വളരെ വാശിയേറിയ മത്സരം കൂടിയാണ് മുന്നിൽ പുരോഗമിക്കുന്നത്. ഇനി അവസാന ഓവർ